ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു സൂപ്പർ ശങ്കുരു ആർട്സ്. ഇന്നത്തെ വീഡിയോ 2 ദിവസമായിട്ട് സമൂസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ശങ്കുരുക്കുട്ടൻ നിർബന്ധമാണ്. സമൂസ ഉണ്ടാക്കി തന്നു പറഞ്ഞിട്ട് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് സമൂസ. അപ്പോൾ കഴിഞ്ഞ ദിവസം നെസ്റ്റോയിൽ പോയപ്പോൾ സമൂസ ഷീറ്റൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പേ തന്നെ അവനിതൊക്കെ എടുത്ത് പുറത്ത് വെച്ച് ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു. നിർബന്ധം പിടിച്ച് എനിക്കിന്ന് സമൂസ വേണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതി. പക്ഷേ വീഡിയോ എടുക്കണമെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിൽ ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചു. ഞാൻ കിഴങ്ങും ക്യാരറ്റും പിന്നെ ഗ്രീൻ പീസും കൂടി പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് ഇത്തിരി കുരുമുളകും ഗരം മസാലയും ഒരു നുള്ള് ചിക്കൻ മസാല ഇട്ട് മിക്സ് ചെയ്ത് ഉപ്പും ചേർത്ത് ഇളക്കി വെച്ചതാണിത്. ഇത് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ ആ മിക്സ് സമൂസ ഷീറ്റിലേക്ക് കയറ്റി ചുറ്റി മൈദമാവ് കൊണ്ട് ഒട്ടിച്ച് എണ്ണയിൽ വറുത്തെടുക്കുന്നു. അത്രയേ ഉള്ളൂ. എനിക്കറിയാവുന്ന സമൂസ അതാണ്. ഞാൻ ഉണ്ടാക്കുന്ന സമൂസ ഇതാണ്. പിന്നെ ഒരുപാട് പേര് നന്നായി സമൂസ ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം, നല്ലതായിട്ട് സമൂസ ഉണ്ടാക്കുമെന്നും എനിക്കറിയാം. പക്ഷേ എനിക്കങ്ങനെ സമൂസ ഒന്നും ഉണ്ടാക്കി ശീലമില്ല, എനിക്കറിയില്ല. പിന്നെ ഞാൻ ആ ഒരു രുചി വെച്ചിട്ട് ചെയ്യുന്നതാണ്. പിന്നെ മോന് ആവുമ്പോൾ അത് മതി, ഒരുപാട് മസാലകളൊന്നും വേണ്ട. പിന്നെ ക്യാരറ്റൊക്കെ ചെറുതായിട്ട് അരിയും. ക്യാരറ്റും സവാളയും കിഴങ്ങും ഒക്കെ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് അത് വേവിച്ച് വഴറ്റിയെടുത്ത് ഗരം മസാലയും കുരുമുളകും ചിക്കൻ മസാലയും ചേർത്ത് പൊരിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ ഒരു വീഡിയോ കൂടി എടുക്കാമെന്ന് കരുതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ്. ഈ പാത്രം ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കുന്നത് കുറച്ച് എണ്ണ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ എണ്ണ ബാക്കി വരുന്നത് നമുക്ക് കളയാമല്ലോ, അതുകൊണ്ട് മാത്രമാണ് ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ എണ്ണ ഒരുപാട് വേസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ 2-3 എണ്ണമൊക്കെ വെച്ചിട്ട് പൊരിച്ചെടുക്കും. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അതിനോടൊപ്പം തന്നെ ചായ ഇടുവാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ അതിനകത്ത് ഫില്ലിങ് വേണമെങ്കിൽ ചിക്കനൊക്കെ വെക്കുന്നവർക്ക് ചിക്കൻ വയ്ക്കാം. ചിക്കനൊക്കെ വേവിച്ച് പൊടിച്ച് മിക്സ് ചെയ്തൊക്കെ എടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ അതൊന്നും ചേർത്തില്ല, വെജിറ്റബിൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എൻ്റെ കിച്ചണിൻ്റെ ബാഗിൽ കണ്ടോ, സജിയ കുക്കിംഗ് ലാബ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, ഇതൊക്കെ അവൻ്റെ വേലയാണേ. അവൻ്റെ വിചാരം ഞാനെന്തോ വലിയ പാചകക്കാരിയാണെന്നാണ് എന്ന് എഴുതിയിട്ട് എഴുതി തന്നതാണ് ഇതൊക്കെ. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വലുതല്ലേ, നമ്മളുണ്ടാക്കി കൊടുക്കുന്നതൊക്കെ തിന്നുമ്പോൾ നമ്മൾ വലിയ പാചകക്കാരാണെന്ന് അവരുടെ വിചാരം. പിന്നെ ചായയൊക്കെ ഇട്ടു. ശനിയാഴ്ചയാണ് കേട്ടോ, അതുകൊണ്ട് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. പിന്നെ മോന് പരീക്ഷ അടക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ തിരക്കുണ്ട്. ഇനി ഒരു ദിവസത്തെ പരീക്ഷയും കൂടി ഉണ്ട്. കുറച്ച് പഞ്ചസാരയും ഞാൻ ചായക്ക് കുറച്ച് ബൂസ്റ്റും കൂടി ചേർക്കാറുണ്ട്. അത് കുട്ടിക്കാലം മുതലേ വീട്ടിലുള്ള ശീലമാണ്. മമ്മി അല്പം ഒരു നുള്ളു ബൂസ്റ്റൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾക്ക് പണ്ട് ചായ തന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ആ ശീലം മാറ്റിയിട്ടില്ല. അപ്പോൾ ചായയൊക്കെ ആറ്റി റെഡിയാക്കി വെച്ചു, കുടിക്കാനുള്ള തയ്യാറെടുപ്പാണ്. എന്തായാലും ചായക്കൊപ്പം എന്തെങ്കിലും ഒന്ന് കഴിക്കണം, ഇല്ലെങ്കിലൊരു രസമില്ല അല്ലേ. അതൊരു ശീലമായിപ്പോയി. ചായയൊക്കെ ഒഴിച്ചു, ഡൈനിങ് ടേബിളിൽ പോയി കഴിക്കാൻ എന്ന് വിചാരിച്ചിട്ടിരിക്കുവാണ്. ഞാൻ വോയിസ് ഓവർ ചെയ്യുകയാണ് ഈ വീഡിയോ. സ്പോട്ട് ഡബ്ബിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ശങ്കുരു മോനാണെങ്കിൽ വീട്ടിൽ നിന്ന സമയത്ത് പാട്ട് ഉറക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത് പ്രശ്നമാവുന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ വോയിസ് ഓവർ ചെയ്യുകയാണ്. നിങ്ങളൊക്കെ എങ്ങനെയാണ്? വൈകിട്ട് ചായയുടെ കൂടെ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാൻ ഇഷ്ടമല്ലേ? ചിപ്സോ മിക്സ്ചറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വൈകുന്നേരം വേണം അല്ലേ. അതില്ലെങ്കിൽ ഒരു രസമില്ല. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും എല്ലാ ദിവസവും വൈകുന്നേരം ആവശ്യമാണല്ലോ. എന്തായാലും നല്ല ചൂടോടുകൂടി ശങ്കുരുക്കുട്ടൻ കഴിക്കുകയാണ്. അവനോട് ചോദിക്കുക എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. ചൂടോ? അപ്പോൾ എങ്ങനെയുണ്ട്? കൊള്ളാമോ? എല്ലാവരും അപ്പോൾ സമൂസ ഷീറ്റ് വീട്ടിൽ വാങ്ങിയിട്ട് ഇതുപോലെ ഉണ്ടാക്കണം കേട്ടോ.
എളുപ്പമാണ്. സമൂസ ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ക്യാരറ്റും കിഴങ്ങും നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറിയൊക്കെ ഇച്ചിരി ഗരം മസാലയും ഒക്കെ ഇട്ട് അങ്ങ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാം, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. ഈ സമൂസ ഉണ്ടാക്കുന്ന വീഡിയോ ആണിപ്പം ഇങ്ങനെയൊന്നും അല്ല സമൂസ ഉണ്ടാക്കണ്ടേന്ന് പറഞ്ഞ് ഒരുപാട് പേര് പറയും. പക്ഷേ സമൂസ എങ്ങനെയോ ഉണ്ടാക്കട്ടെ, ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ്. ഓക്കെ, ടാറ്റാ. മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുവരയ്ക്ക് എല്ലാവർക്കും ടാറ്റാ.